സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന SUCI ആശമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വാർത്ത കണ്ടോളൂ. വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗുജറാത്തിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് ഗുജറാത്ത് സർക്കാർ. കേരളത്തിൽ 10-45 ദിവസമായിട്ട് സമരം നടക്കുന്നുണ്ട്. സർക്കാർ പരമാവധി ആ സമരത്തെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. പക്ഷേ സതീശൻ സ്പോൺസേർഡും സംഘി സ്പോൺസേർഡ് സമരമായതുകൊണ്ട് SUCI മിനിക്കും മാപ്പിള ഷാജിർ ഖാനും ദിവസപ്പടി കിട്ടുന്നതുകൊണ്ടും ആ സമരം നീട്ടിക്കൊണ്ടു പോകാൻ വല്ലാത്ത ഉത്സാഹം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലെ സർക്കാർ എത്രമാത്രം സൗമനസ്യത്തോടുകൂടിയും സമഭാവനയോടുകൂടിയുമാണ് ആ സമരത്തെ നേരിടുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ 41 ദിവസത്തിലേറെയായി തുടരുന്നൊരു സമരം. ആ സമരം തുടരുമ്പോഴും അതിനെ സതീശൻ ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും നടപ്പാക്കാൻ കഴിയില്ല എന്ന് സർക്കാർ അറിയിച്ചത് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 7000 രൂപ പലരും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, നയാ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഗുജറാത്തിൽ നക്കാപ്പിച്ചയാണ് സംഘി സർക്കാർ ആശാ വർക്കർമാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനിറങ്ങിയതാണ്. സംഘികൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആശമാരോടുള്ള മനോഭാവം എന്താണെന്ന് കണ്ടോളണം. ഇവിടെയാണ് മണിമുറ്റത്താവണി പന്തലൊരുക്കി നൃത്തവും ചെയ്ത് സംഘപരിവാറുകാരെയും BJP-ക്കാരെയും കൊണ്ടുവന്ന് വേദിയിൽ ആനന്ദ നൃത്തമാടിച്ചിട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി SUCI ഉഡായിപ്പ് മിനിയും മാപ്പിള ഷാജിർ ഖാനും ചേർന്ന് സൃഷ്ടിച്ചിരിക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് പലരും വന്ന് ആടിപ്പോകുന്നുണ്ട്. ആടിപ്പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമരം ആർക്കെതിരെയാണോ ചെയ്യേണ്ടത് അവർക്കെതിരെ ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നിടത്ത് ഇതേമാതിരി ഓണറേറിയം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്താൽ എന്താണ് അവസ്ഥയെന്ന് ഗുജറാത്ത് മോഡൽ തെളിയിക്കുന്നുണ്ട്. ഗുജറാത്തിൽ 1-2 200ഓളം പേരെയാണ് കൂട്ടത്തോടെ അങ്ങ് പിരിച്ചുവിട്ടത്. അതായത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 26,000 ആശമാരുള്ളതിൽ 200-300ഓളം പേരാണ് അവിടെ പങ്കെടുക്കുന്നത്. ഒറ്റ പിരിച്ചുവിടലിൽ തന്നെ ആ സമരം അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ പല ജൂനിയർ ആർട്ടിസ്റ്റുമാരെയൊക്കെ ഇറക്കി തള്ളിത്തള്ളി കൊണ്ടുപോകുന്ന സമരം, ആ സമരം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്നത്. അതിനുവേണ്ടി സതീശൻ ദിവസപ്പടി പേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പണം പറ്റി തുടങ്ങുമ്പോൾ ഇത്തിള് പോലെയായി സതീശൻ്റെ മുതുകിൽ പറ്റിപ്പിടിച്ചിരുന്ന് SUCI ഷാജിർ ഖാനും പൊണ്ടാട്ടി മിനിയും ചേർന്ന് അവിടെ ഇരുന്നങ്ങ് വളരുകയാണ്. സതീശൻ്റെ ചോര ഊറ്റിക്കുടിച്ചങ്ങ് എന്തായാലും കുറച്ചു കാലം ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ആ അവസ്ഥ അതൊരു തെരഞ്ഞെടുപ്പ് കാലം വരെ കൊണ്ടുപോകാം. അതിനുശേഷം സതീശനും ഈ ഉഡായിപ്പ് ടീംസും കൂടി അവിടെ ഒടുങ്ങിക്കോളും. എന്തായാലും ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും സമരം ചെയ്താലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. കൂട്ടത്തോടെ സമരം ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടിക്കളയാമെന്ന് കേരളത്തിലിരുന്ന് സമരം ചെയ്യുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ ഒരു സർക്കാർ നേരിടുന്നുണ്ടെങ്കിൽ മറ്റ് സംഘപരിവാറിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ സമരമെന്ന് മിണ്ടിയാൽ എന്താണ് ആശമാരുടെ അവസ്ഥയെന്ന് ഈ തീരുമാനം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് വേണം മാസം 10,000 രൂപ ഓണറേറിയമായി കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ കടയ്ക്കൽ കത്തിവെക്കാൻ വേണ്ടി ഇമാതിരി ഇടപാടുകൾ നടത്തുമ്പോൾ മറ്റിടങ്ങളിലെ അവസ്ഥ. SUCI ഉഡായിപ്പ് മിനിയെ വിശ്വസിച്ചും കുറച്ച് സംഘികളെയും കുറച്ച് കൊങ്ങി ആശമാരെയും വിശ്വസിച്ച് അവിടെ വന്നിരിക്കുന്ന പാവപ്പെട്ടവർ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ തൊഴിലുണ്ടാകും. ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ തന്നെയാണ് ബുദ്ധിമുട്ടിലാകുന്നത്. മറ്റൊരിടത്തും ഇത്തരം കാര്യങ്ങൾക്ക് സമരം പോലും സംഘപരിവാറുകാർ അനുവദിക്കുന്നില്ല. അവർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊടുക്കേണ്ട വിഹിതം അത് അവർക്ക് കൊടുക്കാൻ സൗകര്യമില്ല എന്ന മനോഭാവമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഉഡായിപ്പ് മിനിയെ വിശ്വസിച്ച് അവിടെ വന്നിരിക്കുന്നവർ നിങ്ങൾക്ക് മുടങ്ങാതെ തരുന്നൊരു വേതനമുണ്ട്. അത് ഈ നാടാണ് തരുന്നത്. അവർ തരാനുള്ളത് 650 കോടി രൂപ ബാക്കിയുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾക്കത് മുടങ്ങാതെ തരുന്നത് ഈ നാടിൻ്റെ ഖജനാവിൽ നിന്നെടുത്ത പണമാണ്, ആരുടെ ഔദാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വീടുകളിലേക്ക് പോയി സ്വന്തം തൊഴിലുകൾ ആത്മാർത്ഥമായി ചെയ്യുക. അടുത്ത സന്ദർഭങ്ങളിൽ ഇത്രയും കാലം എങ്ങനെയാണോ അവരുടെ ഓണറേറിയത്തിൽ മാറ്റം വരുത്തിയത് അത് കൃത്യസമയത്ത് സർക്കാർ ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് കഴിഞ്ഞ 9 വർഷത്തെ വർധനവ് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്.